നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏതാനും ദിവസങ്ങൾ മുമ്പാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഹിസ്ബുള്ളയെ തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇറാൻ ഇത്തരത്തിൽ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇറാൻ പറയുന്നത്. അയത്തുള്ള ഖമൈനി എന്ന് പറയുന്നത് ഇസ്രായേൽ പാഠം പഠിച്ചുകൊള്ളണം, ഇതുകൊണ്ട് ഇനിയും അനുസരണക്കേട് കേട്ടിയാൽ വീണ്ടും മിസൈലുകൾ അയക്കും എന്നൊക്കെയാണ് ഇറാൻ പറഞ്ഞു കൂട്ടുന്നത്. പക്ഷേ 2 തവണകളായി ഏതാണ്ട് 500ഓളം മിസൈലുകൾ ഇറാൻ ഇതിനോടകം തന്നെ ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ട് കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ, അതായത് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണത്തിൽ 300-ൽ പരം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചത്. ആ മിസൈലുകളൊന്നും ഇസ്രായേലിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ 180-ൽ പരം മിസൈലുകൾ അയച്ചു. അതെല്ലാം ഇറാൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ തട്ടിത്തകർന്നു. ഏതാനും ചില മിസൈലുകൾ അവിടെ ഇവിടെയൊക്കെ പതിച്ചിട്ടുണ്ട്, ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നല്ലാതെ ഇസ്രായേലിനെ ഒരു പാഠവും പഠിപ്പിക്കാൻ ഈ ആക്രമണത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ആക്രമണങ്ങൾ കൊണ്ട് ഇറാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ലോകരാജ്യങ്ങൾ ഇറാനുമായി സംഘർഷത്തിലേക്ക് വരട്ടെ, ഇറാൻ്റെ കഴിവുകൾ ലോകരാജ്യം അറിയട്ടെ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും അവർ ഒരു പടി പിന്നോട്ട് മാറി നിൽക്കും എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇറാനുള്ളത്. ഈ ആത്മവിശ്വാസത്തിന് പിന്നിലൊരു കാരണമുണ്ട്. അതായത് ഈ അടുത്ത കാലത്തായി ഇസ്രായേലിൻ്റെ തിരിച്ചടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽ അന്ന് തന്നെ പ്രഖ്യാപിച്ചത് തങ്ങൾ തന്നെ സമയവും സ്ഥലവും നിശ്ചയിക്കും, കൃത്യമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. ഈ തിരിച്ചടി ഒക്ടോബർ 7-ാം തീയതി ആയിരിക്കുമെന്നും, അതായത് ഭീകരാക്രമണത്തിൻ്റെ 1-ാം വാർഷിക ദിനത്തിലായിരിക്കുമെന്നും, ആദ്യം ആക്രമിക്കുക, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആദ്യം ആക്രമിക്കുക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയും എണ്ണപ്പാടങ്ങളെയും ആയിരിക്കും എന്നും ചില വിലയിരുത്തലുകളുണ്ട്. പക്ഷേ ഒരു സർപ്രൈസ് എലമെൻറ്റോടുകൂടി അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്താനായിരിക്കും ഇസ്രായേൽ ശ്രമിക്കുക എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ഈ ഒക്ടോബർ 7-ന് വലിയ പ്രാധാന്യമുണ്ട്. അന്ന് ആക്രമണം നടത്താനുള്ള സാധ്യതയുമുണ്ട്. ഇരുഭാഗത്തു നിന്നും ആക്രമണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തീർച്ചയായും ആക്രമിക്കുമെന്നാണ്. അത്തരത്തിൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ആക്രമിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്ന് ഇസ്രായേൽ അമേരിക്കയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ജോ ബൈഡൻ ഭരണകൂടം ഇതുവരെ അതിനൊരു പച്ചക്കൊടി നൽകിയിട്ടില്ല. ജോ ബൈഡൻ ഭരണകൂടത്തിന് അല്പം ഭയമാണ്. ആ ഭയത്തിനും കാരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ അല്ലെങ്കിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. കയറി അടിക്കിയ ആണവ കേന്ദ്രങ്ങളെ എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് ആണവ കേന്ദ്രങ്ങളെയും എണ്ണപ്പാടങ്ങളെയും ആക്രമിക്കണം, അങ്ങനെ മാത്രമേ ഇറാനെ കീഴടക്കാനാകൂ. അതിന് അനുമതി നൽകാത്തത് ജോ ബൈഡൻ ഭരണകൂടമാണ്. ഈ ജോ ബൈഡനും കമലാ ഹാരിസും ചേർന്നാണ് പശ്ചിമേഷ്യയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വഷളാക്കിയത് എന്ന കൃത്യമായ വിമർശനം ഇന്നലെ ഡൊണാൾഡ് ട്രംപ് നടത്തുകയുണ്ടായി. അവിടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ്, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണമായിട്ടും ഇതിനെ കണക്കാക്കാം. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വഭാവം അനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് ഇതേ പറയൂ. അദ്ദേഹം പ്രസിഡന്റ് ആയാലും ഇതുതന്നെയായിരിക്കും ചെയ്യാൻ പോവുക. പക്ഷേ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ അതത്ര എളുപ്പമാണോ എന്നുള്ളതാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ, വളരെ ശക്തമായ ആണവ സംവിധാനങ്ങളുണ്ട്. ഒരു കാലത്ത് ലോകം തന്നെ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ്റെ ആണവ പദ്ധതികളെ ഭയപ്പെട്ടിരുന്നു. കാരണം ഇറാന് ഈ ആണവ ബോംബുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ യുറേനിയം കുഴിച്ചെടുക്കുന്ന ഖനികൾ ധാരാളമുണ്ട്. മാത്രമല്ല ഈ യുറേനിയം അയിര് അവിടെ നിന്നും, ഈ ഖനികളിൽ നിന്നും കുഴിച്ചെടുത്ത് അതിനെ യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രധാന അസംസ്കൃത വസ്തുവകളാക്കി മാറ്റാനുള്ള പ്ലാന്റുകൾ ധാരാളമുണ്ട്. മാത്രമല്ല ഈ പ്ലാന്റുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള യെല്ലോ കേക്കുകൾ ഉപയോഗിച്ച് യുറേനിയം ഗ്യാസ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ യുറേനിയം ഗ്യാസ് ഉപയോഗിച്ചാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത്. ഇങ്ങനെ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ഇറാൻ അവരുടെ പവർ റിയാക്ടറുകൾ, അതായത് ഊർജം ഉണ്ടാക്കാൻ, വൈദ്യുതി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ആണവായുധങ്ങളും ആണവ ബോംബുകളും ഒക്കെ ഉണ്ടാക്കാൻ അവർ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ചുരുക്കി പറഞ്ഞാൽ ആണവായുധം ഉണ്ടാക്കാൻ ഇറാന് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല, എല്ലാം അവിടെ തന്നെയുണ്ട്. ഇതിൽ വലിയ ഭയം ലോകത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇറാൻ്റെ ആണവ നിർമ്മാണ ശാലകളൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ പുറകെ നടന്നതും ഒടുവിൽ കുറച്ചൊക്കെ ഇറാൻ കാണിച്ചു കൊടുത്തതും പിന്നീട് അതവർ ആണവോർജ ഏജൻസി അവർ അവിടെ നിന്ന് വിലക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഇറാൻ ആണവോർജ ഏജൻസിക്ക്, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് കൈമാറിയ റിപ്പോർട്ടുകൾ പ്രകാരം നിങ്ങൾ ഈ കാണുന്നത് ആ
പട്ടികയാണ്. ഏതാണ്ട് 42ഓളം ആണവ കേന്ദ്രങ്ങൾ, വിവിധങ്ങളായ ആണവ കേന്ദ്രങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഖനികൾ, യെല്ലോ കേക്ക് ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ, ഗ്യാസ് ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ, ഇങ്ങനെ നിരവധി ആണവായുധം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ, 42ഓളം സംവിധാനങ്ങളുടെയും പ്ലാന്റുകളുടെയും പട്ടികയാണ് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് കൈമാറിയത്. ഇതുകൂടാതെ ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസികൾക്ക് മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കും ഒന്നും അറിയാത്ത 8ഓളം രഹസ്യ കേന്ദ്രങ്ങളും ഇറാനുണ്ട്. ഇതാണ് ആണവോർജ ഏജൻസി അല്ലെങ്കിൽ ആണവോർജ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ലോകം ഭയപ്പെടുന്നത്. അതുമാത്രമല്ല, ഇറാനെ ആക്രമിക്കാനും ആരും ഭയപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ഇറാഖിനെ ആക്രമിച്ച് ഛന്നം ഭിന്നമാക്കിയിട്ടും ഇറാനെ അമേരിക്ക തൊടാത്തത് ഇതുകൊണ്ടാണ്. ഇത് ഈ കാലഘട്ടത്തിൽ സാധ്യമാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ചും തങ്ങളുടെ ആളുകൾ മരിച്ചു വീണാലും ഈ ആണവാർജം എടുത്തു പ്രയോഗിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ളത്. അതുകൊണ്ട് ഏതൊരു ഭീകര സംഘടനകളുടെയും കയ്യിലുള്ളതുപോലെയാണ് ഇപ്പോൾ ഇറാൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ. അവർ യാതൊരു വിവേകവുമില്ലാതെ, ലോകത്തോട് യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ അത് പ്രയോഗിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ പ്രയോഗിക്കാൻ കഴിയാത്ത വിധം ഇറാൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാനുള്ള എന്തെങ്കിലും വിദ്യ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കയ്യിലുണ്ട് എങ്കിൽ മാത്രമേ, ആ വിദ്യയിൽ ഇവർക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഈ കളിക്ക് പുറപ്പെടുകയുള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.